ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവജനത്തിന് വീണ്ടും ഒരുമിച്ച് കടന്നു വരുവാനായിട്ട് ദൈവം അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുവചന പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ 6 അധ്യായങ്ങൾ പിന്നിടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വളരെ വലുതായി, ഭൂമി മുഴുവനും ദുഷ്ടത കൊണ്ട്, മ്ലേച്ഛത കൊണ്ട്, മനുഷ്യന്റെ സാഹസങ്ങൾ കൊണ്ട് നിറയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഭൂമിയിലേക്ക് ജലപ്രളയം എന്നതായ ന്യായവിധി ഇറക്കുവാനായിട്ട് സർവശക്തനായിട്ടുള്ള ദൈവം തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന് മുന്നോടിയായി, അത് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ആ തലമുറയിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചതായ നോഹയോടും കുടുംബത്തോടും ഒരു പെട്ടകം പണിയുവാനായിട്ട് അവരോട് ആജ്ഞാപിക്കുന്നു. അതിൻ പ്രകാരം ദീർഘവർഷങ്ങൾ കൊണ്ട് നോഹ ഒരു പെട്ടകം പണിയുവാനായിട്ട് ഇടയായി തീർന്നു. ആ പെട്ടകം പണിയുന്നതോടൊപ്പം തന്നെ നോഹ തൻ്റെ ചുറ്റുപാടുകളിലും തൻ്റെ ദേശത്തോടും ഒരു വലിയ ജലപ്രളയം വരുവാനായിട്ട് പോകുന്നു, ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിൽ ഇറങ്ങുവാനായിട്ട് പോകുന്നു എന്ന് നീണ്ട വർഷങ്ങള് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നീതിപ്രസംഗിയായ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഒരു വ്യക്തിക്ക് പോലും മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നതോ നോഹ ഉണ്ടാക്കിയതായ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടോ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ, നോഹയും നോഹയുടെ ഭാര്യയും 3 മക്കളും 3 മരുമക്കളും മാത്രമാണ് ആ പെട്ടകത്തിൽ പ്രവേശിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നതായ ഏകദേശം 10 ലക്ഷത്തോളം ജനം, എക്സാക്ട്ലി നമുക്ക് അറിയത്തില്ല, ഇതൊരു അസംഷൻ മാത്രമാണ്. അത്രത്തോളം ജനം ഭൂമിയിൽ നിന്ന് ഈ ജലപ്രളയം വഴി തുടച്ച് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതായ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി ആ അധ്യായത്തോടുള്ള ബന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് പഠിച്ച് തീർക്കുവാനായിട്ട് കഴിഞ്ഞത്. നോഹയോടും കുടുംബത്തോടും ഒപ്പം യഹോവയായ ദൈവം താൻ സൃഷ്ടിച്ചതായിട്ടുള്ളതായ എല്ലാ ഇഴജന്തുക്കളെയും പറവജാതികളെയും, അതായത് കരയിൽ വസിക്കുന്നതായിട്ടുള്ള സകല മൃഗങ്ങളെയും ആകാശത്തിൽ പറക്കുന്നതായിട്ടുള്ള പറവകളെയും ഈരണ്ട് ആയിട്ടും ശുദ്ധിയുള്ളതിൽ 7 വീതവും ഇതിൽ പ്രവേശിപ്പാനായിട്ട് നോഹയോട് പറയുന്നു. അതിൻ പ്രകാരം ശുദ്ധിയുള്ളതായ മൃഗങ്ങളിൽ നിന്ന് 7 വീതവും ശുദ്ധിയില്ലാത്തവയിൽ നിന്ന് 2 വീതവും നോഹയുടെ ആർക്കിൽ പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. 7 വീതം മൃഗങ്ങളെ, ശുദ്ധിയുള്ളവയെ കയറ്റിയതിന്റെ കാരണം നമ്മൾ കണ്ടു. നോഹ ഈ ജലപ്രളയത്തിന് ശേഷം യാഗമർപ്പിക്കുമ്പോൾ ശുദ്ധിയുള്ളതായ മൃഗങ്ങളെയാണ് യാഗമർപ്പിക്കുന്നത്. ഈരണ്ട് വെച്ച് കയറ്റിയിരുന്നെങ്കിൽ യാഗമർപ്പിക്കുമ്പോൾ പിന്നീട് അതിന്റെ വംശം തന്നെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ അപ്രകാരം വരാതിരിക്കുവാൻ വളരെ പ്ലാൻഡായിട്ട് സർവശക്തനായിട്ടുള്ള ദൈവം ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 വീതം കയറ്റുവാനായിട്ട് നോഹയോട് പറയുന്നു. ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് 2 വീതവും അതിൽ കയറുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ട് അവിടെ ജനിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെ ഈ പെട്ടകത്തിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതായ ഒരു സംശയം സ്വാഭാവികമായിട്ട് വരുമെന്നുള്ളത് ഓർത്തുകൊള്ളാം. അത് ശുദ്ധിയില്ലാത്ത മൃഗം എന്ന് പറയുന്നതിൽ നിന്ന്, മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയേ ഉള്ളൂ. ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായം അതിനാധാരമായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചുകൊള്ളണം. ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ എന്ത് മനുഷ്യന് കഴിക്കാം, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നാട്ടിലെ യഹോവയായ ദൈവത്തിന്റെ ജനത്തിന് എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള സ്പെസിഫൈ ചെയ്ത് അവിടെ ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവിടെയും വീണ്ടും അടുത്തൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരും. നോഹയുടെ കാലത്ത് ഈ ന്യായപ്രമാണം ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നോഹയ്ക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്? യാഗമെന്ന് പറയുന്നതായ കാര്യം നോഹയുടെ കാലത്ത് ഉണ്ടായതോ അല്ലെങ്കിൽ മോശയുടെ കാലത്തോ ഉണ്ടായതോ അല്ല. യാഗമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നു. ഹാബേൽ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം അർപ്പിച്ചു.
അതിനു മുന്നമേ തന്നെ ആദാമിനും ഹവ്വായിക്കും വേണ്ടിയിട്ട് യഹോവയായ ദൈവം യാഗം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയത് യഹോവ വാമൊഴിയായിട്ട് ഈ യാഗത്തിന് അർപ്പിക്കേണ്ടുന്നതായിട്ടുള്ള വസ്തുവിനെ കുറിച്ച്, യാഗമൃഗത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് തീർച്ചയായിട്ടും അവരോട് കൺവേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ന്യായപ്രമാണം വരുന്നതിന് മുന്നമേ തന്നെ ദൈവം മനുഷ്യനോട് പലതും വാമൊഴിയായിട്ട് അരുളി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് വാമൊഴിയായിട്ട് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വക കാര്യങ്ങൾ. യാഗം അർപ്പിക്കേണ്ടത് ഏതു തരം വസ്തുവിനെ, ശുദ്ധിയുള്ളതിനെയാണോ ശുദ്ധിയില്ലാത്തതിനെയാണോ? അതുകൊണ്ട് യഹോവയായ ദൈവം യാഗം അർപ്പിക്കുമ്പോൾ മനുഷ്യനു വേണ്ടി ഒരു മൃഗം കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഹാബേൽ യാഗം അർപ്പിക്കുമ്പോൾ അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നതിന്റെ കാരണം, അതുപോലെ തന്നെ കയ്യിന്റെ യാഗത്തിൽ പ്രസാദിക്കാതെ പോകുന്നതിന്റെ കാരണം, അപ്പോൾ ദൈവം ഇതിൽ നിന്നെല്ലാം എപ്രകാരമാണ് യാഗം അർപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതിൻ പ്രകാരം ഈ രണ്ട് അശുദ്ധ മൃഗങ്ങൾ, അല്ലെങ്കിൽ ശുദ്ധിയുള്ളത് അശുദ്ധിയുള്ളത് എന്ന് പറയുമ്പോൾ മനുഷ്യനെ കഴിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ ശുദ്ധിയുള്ളതിനെയും ശുദ്ധിയില്ലാത്തതിനെയും ദൈവം അവിടെ നിന്ന് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ നോഹയോടും മറ്റ് 7 പേരോടും, ടോട്ടൽ 8 മെമ്പേഴ്സ്, അവരോടൊപ്പം ശുദ്ധിയുള്ള 7 മൃഗങ്ങളും ശുദ്ധിയില്ലാത്ത 2 മൃഗങ്ങളും. ഇനി ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാണ് 7 മൃഗങ്ങളെ കയറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇത്രയമേ ഉള്ളൂ: ശുദ്ധിയുള്ള മൃഗങ്ങളെ മാത്രമേ യാഗം അർപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യാഗവസ്തുവായിട്ട് യാഗം അർപ്പിക്കേണ്ടത് കൊണ്ട്. കാരണം 2 മാത്രം കയറ്റിയാൽ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സ്പീഷീസ് ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് യാഗം അർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് കൂടെ വേണ്ടിയിട്ടാണ് 7 മൃഗങ്ങളെ കയറ്റിയിരിക്കുന്നത്. ശുദ്ധിയില്ലാത്ത മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് കഴിക്കുവാനായിട്ട് പറ്റാത്ത മൃഗങ്ങൾ. ആ ഒരു ബന്ധത്തിൽ എന്ത് കഴിക്കണം, എങ്ങനെയുള്ളതിനെ കഴിക്കണം, കഴിക്കണ്ട എന്നുള്ള ബന്ധത്തിലാണ് ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും 2ാമത്തെ സെഷനിൽ വരുന്നത് എന്ന് ഓർത്തുകൊള്ളുകയും കൂടെ വേണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിപ്പിച്ച് നിർത്തിയത്. 7ാമത്തെ അധ്യായം ഏകദേശം 4-5 വാക്യങ്ങൾ വരെ നമ്മൾ പഠിച്ച് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ യഹോവ നോഹയോടെ കൽപ്പിച്ചതുപോലെ ഒക്കെയും നോഹ ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ടാബർനാക്കിളിനോടുള്ള ബന്ധത്തിൽ മോശയോട് ദൈവം എന്തൊക്കെ കൽപ്പിച്ചോ മോശ അപ്രകാരം മാത്രം ചെയ്തു, കടുകിട വ്യത്യാസം ഒന്നിനും വരുത്തിയില്ല എന്നുള്ളത് ഓർമ്മിപ്പിച്ചിരുന്നു. ഇവിടെ വീണ്ടും നോഹയെ കുറിച്ച് നമുക്ക് കാണുന്നത്, നോഹയും പെട്ടകം പണിയുവാനായിട്ട് പറഞ്ഞപ്പോൾ ആ പെട്ടകം എപ്രകാരം ഉണ്ടാക്കണം, നീളം വീതി ഉയരം എല്ലാം ദൈവം കാണിച്ചു കൊടുത്തു. എങ്ങനെ തട്ടുതട്ടായിട്ട് ഉണ്ടാക്കണം, ഇവയെല്ലാം പറഞ്ഞതിന് പ്രകാരമാണ് നോഹ യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ 5ാമത്തെ വാക്യം, 7ാമത്തെ അധ്യായത്തിന്റെ 5ാമത്തെ വാക്യത്തിലും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം ജലപ്രളയം ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജലപ്രളയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോഹയ്ക്ക് 600 വയസ്സുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലെ ജലപ്രളയം ഉണ്ടാകുമ്പോൾ 6ാമത്തെ വാക്യത്തിൽ, 7ാമത്തെ അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 7ാമത്തെ അധ്യായത്തിന്റെ 6ാമത്തെ വാക്യത്തിൽ പറയുന്നു, നോഹയ്ക്ക് ജലപ്രളയം ഉണ്ടായപ്പോൾ 600 വയസ്സായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ 600 വയസ്സ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതൊന്നും വലിയ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ പഠിപ്പിക്കുന്ന എന്നുള്ളതേ ഉള്ളൂ, പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ബൈബിള് പഠിക്കുമ്പോൾ നമ്മള് എല്ലാം ഒന്ന് പഠിച്ചു പോവുക, എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് മാത്രം ഇതൊക്കെ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. കാരണം എത്ര നാൾ ഈ ജലപ്രളയം നീണ്ടു നിന്നിരുന്നു എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി കൊടുക്കണമല്ലോ. അതുകൊണ്ട് എന്നുള്ള നിലയിൽ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 600ാമത്തെ വയസ്സിലാണ് നോഹയുടെ 600ാമത്തെ വയസ്സിലാണ് ജലപ്രളയം ഉണ്ടാകുന്നത് എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി എന്നാണ് അത് തീരുന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് പുറകാലെ നോക്കാം. 7ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു എന്നാണ് 7ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷ് നമ്മളത് വായിക്കുന്നതായിട്ടുള്ള സമയത്ത് നോഹ ആൻഡ് ഹിസ് സൺസ് ആൻഡ് ഹിസ് വൈഫ് ആൻഡ് ഹിസ് സൺസ് വൈഫ്സ് വിത്ത് ഹിം വെന്റ് ഇൻടു ദ ആർക്ക് ടു എസ്കേപ്പ് ദ വാട്ടേഴ്സ് ഓഫ് ദ ഫ്ലഡ്. അപ്പോൾ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നോഹയും കുടുംബവും ഈ പെട്ടകത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു ആത്മീക സത്യം അവിടെ ഒളിഞ്ഞു കിടക്കുകയാണ്. എന്തിനാണ് നോഹയും കുടുംബവും പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചത്? അതിന് ദൈവത്തിന്റെ വചനം തരുന്ന മറുപടി
ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നോഹ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ പെട്ടകത്തിൽ പ്രവേശിച്ചിരിക്കുന്നെങ്കിൽ മാത്രം. നോഹ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം നോഹ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള പെട്ടകം, അല്ലാതെ നോഹയുടെ ബുദ്ധിക്ക് ഒത്തു ചെയ്തായിട്ടുള്ള കാര്യങ്ങളല്ല നോഹയുടെ പെട്ടകം. നോഹ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നോഹ ദൈവിക നിർദ്ദേശപ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പെട്ടകമാണത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ പെട്ടകത്തിൽ പ്രവേശിച്ചുവെങ്കിൽ മാത്രമേ നോഹയ്ക്കും കുടുംബത്തിനും രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവമക്കളെ, ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഏക രക്ഷാമാർഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ പെട്ടകം ആർക്കെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു നിഴലാണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ദൈവം പറഞ്ഞിട്ടാണ് ഈ പറയുന്നതായ പെട്ടകം നോഹ പണിയുന്നത്. ദൈവം അയച്ചിട്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത്. അവിടെ പറഞ്ഞ, അവനിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതെന്ന് ഓർത്തുകൊള്ളാം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരും വിളിച്ചു പറയുന്നത് എന്താണ്? അപ്പോസ്തല പ്രവർത്തികൾ 4:12 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ മറ്റൊരുത്തിനും രക്ഷയില്ല. ഈ നോഹയുടെ കാലത്തെ 10 ലക്ഷം ആളുകൾ എന്ന് സങ്കല്പിക്കപ്പെടുന്ന ജനം അന്ന് ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വകുപ്പുമില്ല, ഒരു മാർഗവുമില്ല, അതുപോലെ വേറൊരു പെട്ടകവുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തടിക്കഷ്ണത്തേലോ വല്ലതും പിടിച്ചു കിടന്നാൽ പോലും അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയാത്തതായിട്ടുള്ള അവസ്ഥയായിരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ജലപ്രളയത്തിൽ നിന്ന് അല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്ന് ദൈവത്തിന്റെ ജലപ്രളയം എന്ന് പറയുമ്പോൾ ദൈവ കോപമാണ് ഇറങ്ങുന്നതെന്ന് ഓർത്തുകൊള്ളണം. അന്നത് ജലപ്രളയമായിട്ട് ഇറങ്ങി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം ഭൂമിയിൽ ദൈവത്തിന്റെ ദുഷ്ടതയും മ്ലേച്ഛതയും വർദ്ധിച്ചത് കൊണ്ടാണ് ദൈവത്തിന് ഭൂമിയെ നശിപ്പിക്കേണ്ടി വരുന്നത്. അത് ദൈവ കോപത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ദൈവകോപം ജലപ്രളയമായിട്ട് ഭൂമിയിൽ ഇറങ്ങി ഭൂമിയെ നശിപ്പിക്കുന്നു. ഇനിയും ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നത് തീ കൊണ്ട് അവൻ നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ തീയാകുന്ന പ്രളയം ഭൂമിയിലേക്ക് വരുവാനായിട്ട് പോവുകയാണ്. ഈ തീയാകുന്ന പ്രളയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന പെട്ടകത്തിൽ ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം. നാം ടാബർനാക്കിൾ പഠിച്ചതാകുന്ന സമയത്ത് താമ്ര യാഗപീഠത്തെ കുറിച്ച് നമ്മൾ ഓർത്തു. താമ്ര യാഗപീഠം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്? ശുദ്ധമായിട്ടുള്ളതായ ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് താമ്ര യാഗപീഠം എന്നുള്ളത് നമ്മൾ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ താമ്ര യാഗപീഠം എന്ന് പറയുമ്പോൾ അത് നിരന്തരം അതിന്റെ അടിയിൽ തീ കൊടുത്ത് കത്തിക്കൊണ്ടേ ഇരിക്കുന്നതാണെന്ന് ഓർത്തുകൊള്ളാം. ഇടതടവില്ലാതെ യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അതിശക്തമായിട്ടുള്ള ചൂടിനെ പ്രിവെന്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ താമ്ര യാഗപീഠത്തെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ദൈവത്തിന്റെ കോപാഗ്നിയിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഈ ലോകം, ദൈവത്തിന്റെ കോപാഗ്നിയിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരുമ്പോൾ ആ കോപാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ താമ്രയാഗപീഠത്തിന്മേൽ ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ യാഗപീഠം എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ ജനമേ, ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ വചനം തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ ജലപ്രളയത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഈ പ്രിയപ്പെട്ടവർ പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നൊക്കെ അതിനകത്തേക്ക് കയറുന്ന കാര്യത്തെ കുറിച്ച് കാണുന്നു. 10-ാമത്തെ വാക്യം വരുന്നതായിട്ടുള്ള സമയത്ത് 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. അതായത് ഇവര് അതിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിയെന്നാണ്, ജലപ്രളയം തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നീട് അവിടെ നമ്മൾ കാണുന്ന 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകൾ, അതായത് വീണ്ടും വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്നുള്ളത് ഓർത്തോളം. ആകാശത്തിന്റെ കിളിവാതിലുകളൊക്കെ തുറന്നു, 40 രാവും 40 പകലും മഴ പെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. നോഹയും കുടുംബവും അതിൽ പ്രവേശിച്ചേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നീട് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജടത്തിൽ നിന്നാണ് പെണ്ണുമായി കടന്ന് യഹോവ വാതിൽ അടച്ചു.
ഈ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നത് യഹോവയായ ദൈവമാണ്. നോഹയും ബാക്കിയുള്ളതായ ഭൂചര ജന്തുക്കളും അതിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലെ ഒരു വാക്യം ഞാൻ ഒന്ന് വായിച്ചു കൊള്ളട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. വെളിപ്പാട് 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിലദൽഫിയ സഭയോട് പറയുന്നതായിട്ടുള്ള ഒരു വാക്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് എഴുതുന്നത്. എന്റെ 1-ാമത്തെ വാക്യം കൂടി ഞാൻ വായിക്കാം. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നതെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം, ഫിലദൽഫിയ സഭയോടുള്ള ദൂതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പോൾ വീണ്ടും വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയുന്നതാണ്, യഹോവയായ ദൈവം വാതിൽ അടച്ചാൽ അത് പിന്നെ തുറക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനായിട്ടും കഴിയത്തുമില്ല എന്നുള്ളതായ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് കണ്ട, യഹോവ വാതിൽ അടച്ചു, അതിനർത്ഥം ഇനി ആ വാതിൽ തുറക്കപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ജലം അങ്ങോട്ട് ഭൂമിയിൽ പെയ്ത് തുടങ്ങി, ജലം ഉയരുവാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും ആളുകള് പാനിക്കായി തുടങ്ങും, വെപ്രാളപ്പെടും. അവര് ഈ പെട്ടകം കണ്ടുകൊണ്ട് പെട്ടകത്തിനടുത്തേക്ക് ഓടി വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഓടി എത്തുന്നതായിട്ടുള്ള സമയത്ത് നോഹയ്ക്ക് മനസ്സലിവ് തോന്നി, ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനകത്ത് കയറാം. എന്നാൽ അപ്രകാരം ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഇതിന്റെ വാതിലടച്ചു. യഹോവയായ ദൈവം ഇതിന്റെ വാതിലടച്ചു. അവിടെ വളരെ സ്പഷ്ടമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ദ ലോർഡ് ഷട്ട് ഹിം ഇൻ. ദൈവമാണ് അവനെ അടച്ച് അകത്താക്കിയിരിക്കുന്നത്. ഇതിന്റെ റീസൺ, ഇവിടെ ഇനിയും ദൈവം കരുണ കാണിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ ഇനിയും ദൈവം കരുണ കാണിക്കത്തില്ല. കരുണ കാണിക്കത്തില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നീണ്ട വർഷങ്ങൾ നോഹ ഈ ജലപ്രളയത്തെ കുറിച്ച്, വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് തന്റെ ദേശത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. നീണ്ട വർഷങ്ങൾ. അങ്ങനെ നീണ്ട വർഷങ്ങൾ പ്രസംഗിച്ചിട്ട് പോലും ആർക്കും മാനസാന്തരം ഉണ്ടായില്ല. പകരം ഈ നോഹയുടെ മക്കളെ ഒക്കെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ആയിരിക്കണം അവർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെടാഞ്ഞത്. അങ്ങനെ വരുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നീണ്ട വർഷങ്ങൾ ദൈവത്തിന്റെ വചനം നോഹ ഈ ജനത്തോട് വിളിച്ചു പറഞ്ഞിട്ടും ഒരാൾ പോലും മാനസാന്തരപ്പെട്ടില്ല. ഇപ്പോൾ കൺമുൻപിൽ ജലപ്രളയം എന്ന് പറയുന്നതായ ഒരു സാഹചര്യം വന്നിരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവുന്നത്. അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി, രക്ഷപ്പെടുവാനായിട്ട് കഴിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇവിടെ എന്താ ദൈവത്തിന്റെ ജനമേ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ, മിസ്രൈമിൽ സംഹാരദൂതന്റെ ആക്രമണം ഉണ്ടാവേണ്ടിയതായിട്ടുണ്ടായതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് 10-ാമത്തെ ബാധയാണോ എന്നുള്ളത് ഓർക്കണം. ഒരു വൻകൂട്ടം ജനം മിസ്രൈമിലെ എല്ലാ ഭവനങ്ങളിലും കണ്ണുനീരും നിലവിളിയും ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മിസ്രൈമിൽ ഈ ഒരു ബാധ അത് ചോദിച്ചു വാങ്ങിയതല്ലേ ഈ 10-ാമത്തെ ബാധ എന്ന് പറയുന്നത്? കാരണം അനേക സന്ദർഭങ്ങൾ ഫറവോനും മിസ്രൈമിയ ജനത്തിനും മാനസാന്തരപ്പെടാനായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. ഈ ഫറവോൻ മോശയുടെയോ അഹരോന്റെയോ വാക്കുകളെ കേൾക്കുവാനായിട്ട്, ദൈവത്തെ ആരാധിപ്പാനായിട്ട് വിട്ടയക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇത് വരുത്തി കൂട്ടി വെച്ച വിനയാണ്. ദൈവവചനം ഇഷ്ടംപോലെ പ്രാവശ്യം കേട്ടു, എന്നിട്ട് മാനസാന്തരപ്പെടുവാനായിട്ടുള്ളതായ ഒരു അവസരം അവർ വിനിയോഗിക്കുന്നില്ല. അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെയും നമ്മൾ കാണുന്ന എന്താണ്? ഇനി വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വെളിപ്പാട് പുസ്തകത്തിൽ ഈ പറയുന്ന 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടും 7 ക്രോധകലശമാകുന്ന 3-ാമത്തെ സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴും എന്താ സംഭവിക്കുന്നത്? അവര് ഈ ബാധകൾ മുഖാന്തരം ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? മാനസാന്തരപ്പെടുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തെ ദുഷിക്കുന്നു, വീണ്ടും ദൈവത്തെ ദുഷിക്കുന്നു, മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെ അവസരങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടും മാനസാന്തരപ്പെടാത്തതായ ജനതയ്ക്ക്
വീണ്ടും ഒരു അവസരം ശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് പറഞ്ഞത് ഇതാകുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. അപ്പം 70-ാമത്തെ ആഴ്ചവട്ടത്തോടുള്ള ബന്ധത്തിലായാലും വചനം ഇഷ്ടം പോലെ അവർക്ക് കേൾക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. ഏലിയാവ് വരുന്നു, മോശ വന്നു, 2 സാക്ഷികൾ മുഖാന്തരമുള്ള വചനം അവർ കേൾക്കുന്നു. പ്ലസ് നിത്യസുവിശേഷം ദൈവത്തിന്റെ ദൂതൻ തന്നെ ലോകത്തിൽ സമൂലം വിളിച്ചു പറയുകയാണ്. അറൌണ്ട് ദ ഗ്ലോബ് ഈ ദൂതൻ വിളിച്ചു പറയുകയാണ്. അപ്പൊ സുവിശേഷം കേട്ടിട്ടില്ല എന്ന് ആർക്കും പറയാനായിട്ട് പറ്റത്തില്ല. എന്നിട്ടും അവർ മാനസാന്തരപ്പെടുന്നില്ല, ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാനസാന്തരത്തിനൊരു ഒരു സാഹചര്യം അവശേഷിക്കുന്നില്ല. ദൈവം വാതിൽ അടച്ചു. ഇനിയും ഒരുത്തനും ഇതിനകത്തേക്ക് പ്രവേശിപ്പാനായിട്ടുള്ള അവസരമില്ല. നമുക്കെല്ലാം മാനസാന്തരപ്പെടുവാനും രൂപാന്തരപ്പെടുവാനും ഇഷ്ടംപോലെ അവസരം ദൈവം നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിട്ടും ഇന്നും നാം നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ, മാനസാന്തരമില്ലാതെ വചനപ്രകാരം നമുക്ക് ജീവിക്കുവാൻ കഴിയാതെ, ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയാതെ നാം ആയിരിക്കുന്നു എങ്കിൽ ശിക്ഷാവിധി ഉറപ്പാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അതും ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, രൂപാന്തരപ്പെടുക, പെട്ടകത്തിനുള്ളിലേക്ക് രക്ഷ കരസ്ഥമാക്കുക, പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ദൈവജനം, ആരെങ്കിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്നുവരെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലാത്തതായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇതാകുന്നു നിന്റെ ദിവസം. നീ ദൈവത്തിന്റെ വചനം ഇന്ന് കേൾക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ആ യേശു ക്രിസ്തുവിലേക്ക് നീ പ്രവേശിക്കുക, ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുക. ആ പെട്ടകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ സുരക്ഷിതനാണ്. നീ ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിന്റെ ചുറ്റുപാടിലും വലിയ പ്രതികൂലങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. ജലപ്രളയങ്ങൾ ഇനിയും ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. ന്യായവിധിയാകുന്ന പ്രളയം ഭൂമിയിലേക്ക് ഇറങ്ങുവാനായിട്ട് പോവുകയാണ്. ഇതിൽ നിന്നും രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ഈ യേശുവിനെ ജീവിതത്തിന്റെ സ്വന്തമാക്കി തീർക്കുക, ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുക, രക്ഷ കരസ്ഥമാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. തുടർന്നുള്ള വാക്യങ്ങളില് 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്തും ഭൂമിയിലെ 40 ദിവസം 40 രാവും 40 പകലും ജലപ്രളയം ഉണ്ടാകുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രളയം വളരെ ശക്തമായിട്ട് വെള്ളം ഒഴുകി തുടങ്ങി, വെള്ളം ഉയർന്നു തുടങ്ങി. 19-ാമത്തെ വാക്യമൊക്കെ വായിക്കുന്ന സമയത്ത് വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി, ആകാശത്തിന് കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. 21-ാമത്തെ വാക്യത്തിൽ പറവുകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തെഴിയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചരജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി എന്നാ പറയുന്നത്. അതായത് കരയിലുള്ള സകല മൃഗങ്ങളും പറവജാതികളും പ്ലസ് മനുഷ്യരും മുഴുവനും ഭൂമിയിൽ നിന്ന് ചത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസം ഉള്ളതൊക്കെയും ചത്തു എന്നാണ് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നോഹയും അവനോട് കൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. അതായത് ജീവന്റെ അനുഭവത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ പുതിയ ഭൂമിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേര് മാത്രമാണ്. ഈ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും പ്രവേശിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. നമുക്കറിയാം, ഇനി വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെങ്കിലും പുതിയ ആകാശവും പുതിയ ഭൂമിയും പറയുന്നു. ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പ്രവേശിക്കുന്നതിലും ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവഴികളിൽ നടന്ന് ക്രിസ്തുവിൽ സുരക്ഷിതരായിരിക്കുന്ന ഒരു ഗണത്തിന് മാത്രമേ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതിന്റെ നിഴലാണ് നാം ഈ പെട്ടകത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും പ്രവേശനം ചെയ്യുന്നത് ഈ പറയുന്ന ജലപ്രളയത്തിന് ശേഷമുള്ള പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും രംഗപ്രവേശനം ചെയ്യുന്നത് നോഹയ്ക്കും കുടുംബത്തിനും മാത്രമാണ് സാധിക്കുന്നത് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. 40 രാവും
40 പകലുമാണ് ഭൂമിയിൽ മഴ പെയ്തത്. എന്നാൽ ആ പെയ്ത മഴ 150 ദിവസം ഭൂമിയിൽ പൊങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് ഏകദേശം 5 മാസത്തോളം ഈ വെള്ളം ഭൂമിയിൽ പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് ഓർത്തോളാം. 40 ദിവസമേ മഴ പെയ്തുള്ളൂ. എന്നാൽ 150 ദിവസം, 5 മാസത്തോളം അതിന്റെ എഫക്റ്റ് നീണ്ടു നിൽക്കുകയാണ്. 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നതെന്ന് ഓർത്തുകൊള്ളാം. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ദൈവം തന്റെ ജനത്തെ ഓർക്കുകയാണ്, നോഹയെ ഓർക്കുകയാണ്. കൃപ ലഭിച്ചവനെ, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചവനായിട്ടുള്ള വ്യക്തിയാണ്. ആ കൃപ ലഭിച്ചവനെ ദൈവം ഓർക്കുന്നു, ഒരു കുടുംബത്തെ ദൈവം ഓർക്കുന്നു. ആ കുടുംബത്തോട് ദൈവം കരുണ കാണിക്കുകയാണ്. വെള്ളം ഭൂമിയിൽ നിന്ന് ഇറങ്ങുവാനായിട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മളിവിടെ കാണുന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് താഴേക്കുള്ള വാക്യങ്ങൾ, 3-ാമത്തെ വാക്യം വരുമ്പോൾ വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്നാ പറയുന്നത്. അപ്പോഴത്തേക്ക് ഒരു 5 മാസത്തെ ഗ്യാപ്പായി കഴിഞ്ഞു എന്ന് ഓർത്തോളാം. 5 മാസം കഴിയുന്നതായിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? അരാരത്ത് പർവ്വതത്തില് ഈ പെട്ടകം ഉറയ്ക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളാം. അർമേനിയയിലുള്ളതായ അരാരത്ത് പർവ്വതത്തിലാണ് ഇത് ഉറച്ചതായിട്ട് പറയുന്നത്. ഈ പർവ്വതത്തിന് ഏകദേശം 5260 മീറ്റർ, അതായത് 17,500 അടി, 17,500 ഫീറ്റ് ഹൈറ്റ് അരാരത്ത് പർവ്വതത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ ടർക്കിയിലാണ് ഈ പർവ്വതം, അരാരത്ത് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്നതായിട്ടുള്ള ഒരു പർവ്വതമാണ് ഈ പറയുന്നതായിട്ടുള്ള അരാരത്ത് പർവ്വതം. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പർവ്വതാരോഹക സംഘം ഇവിടെ ഒരു പര്യടനം നടത്തുവാനായിട്ട് ഇടയായിത്തീരുകയും അവർക്ക് മഞ്ഞിൽ ഉറച്ച് കിടക്കുന്നതായിട്ടുള്ള പെട്ടകത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്തു. ഒരു വലിയ കപ്പൽ ആ മഞ്ഞിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നു എന്ന് അവർക്കത് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ആ പർവ്വത പ്രദേശം മറ്റുള്ളതായിട്ടുള്ള ഗവേഷകരൊക്കെ അവിടെ എത്തിച്ചേരുവാനായിട്ടും ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ളതായ ആളുകളൊക്കെ അവിടെ വന്നിട്ട് ആ പർവ്വതം പരിശോധിപ്പാനായിട്ട് ഇടയായിത്തീരുകയും അങ്ങനെ ആ മഞ്ഞിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള പെട്ടകം നോഹയുടെ പെട്ടകം ആണ് എന്നുള്ളത് തന്നെ അവരെ സ്ഥിരീകരിക്കുവാനായിട്ട് ഇടയായിത്തീരുകയും ഒക്കെ ചെയ്തു. 1987 ഒക്ടോബർ മാസം 11-ാം തീയതിയിലെ മനോരമ പത്രത്തിൽ ഉൾപ്പെടെ ഇതിനെക്കുറിച്ചുള്ളതായ വലിയ ആർട്ടിക്കിളുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതും ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ തുടർന്ന് ടർക്കി ഗവൺമെന്റ് ഈ അരാരത്ത് പർവ്വതത്തില് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിൽ നിന്ന് അവര് ഗവേഷക സംഘങ്ങളെ തടയുവാനായിട്ട് ഇടയായി തീരുകയും ആ ഗവേഷണം തുടർന്ന് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അരാരത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം മഞ്ഞിൽ മൂടി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്നുകൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നതിന് പ്രകാരം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 10-ാം മാസം വരെ വെള്ളം ഇടപെടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാതെയായി. അപ്പോൾ 150 5 മാസം വെള്ളം നിരന്തരമായിട്ട് ഉയർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം നിരന്തരമായിട്ട് വെള്ളം താഴുവാനായിട്ട് തുടങ്ങി. പിന്നീട് താഴേക്കൊക്കെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കഥകളാണ്. നോഹ ആദ്യമേ അതിന്റെ കിളിവാതിൽ കൂടെ ഒരു മലങ്കാക്കയെ പുറത്തു വിടുന്നു. അതിനുശേഷം കാണുന്നത് ഒരു പ്രാവിനെ പുറത്തു വിടുന്നു. പിന്നീട് 3-ാമത്തെ പ്രാവശ്യവും പ്രാവിനെ പുറത്തു വിടുമ്പോൾ പ്രാവ് ഒരു പച്ച ഒലിവില അടിച്ചുകൊണ്ട് വരുന്നു. പിന്നീട് ആ പ്രാവിനെ വിടുമ്പോൾ ആ പ്രാവ് തിരിച്ച് വരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. അപ്പോ നോഹയുടെ ഏത് സംവത്സരത്തിലാണ് ഇത് തുടങ്ങിയത്? നോഹയുടെ ആയുസിൽ 600-ാം സംവത്സരത്തിലാണ് ഈ പ്രളയം തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. 14-ാമത്തെ വാക്യത്തിൽ 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് അവര് ഭൂമിയിലേക്ക് ഇറങ്ങുവാനായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് അനുസരിച്ചിട്ട് നോഹയുടെ 7-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്നാണ് ജലപ്രളയം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ആയുസിന്റെ 600
2-ാം മാസം 17-ാം തീയതി. ഇവിടെ നമ്മൾ നോക്കിക്കേ, 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയത്. ഏത് 2-ാം മാസം? 61-ാം സംവത്സരം 2-ാം മാസം. അപ്പോൾ ഏകദേശം ഒരു വർഷം 10 ദിവസം അതിനകത്ത് അദ്ദേഹം ആയിരുന്നു. ഒരു വർഷവും 10 ദിവസവും നോഹ ഈ പറയുന്നതായിട്ടുള്ള പെട്ടകത്തിനകത്തായിരുന്നു ദൈവം സൂക്ഷിച്ചത്. അതായത് ദൈവത്തിന്റെ കോപം കടന്നു പോകുവോളം, ന്യായവിധി ഉണ്ടായി അതിന്റെ അലയൊലികൾ അടങ്ങിത്തീരുന്നത് വരെയും ദൈവം നോഹയെയും തന്റെ കുടുംബത്തെയും ആ മറവിൽ, ആ പെട്ടകത്തിൽ സൂക്ഷിച്ചു എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനുശേഷം നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്ന് കരയിലേക്ക്, ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. നോഹയോടൊപ്പം ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതായത് ഒരു ക്ലീനിങ് അവിടെ നടന്നിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ ഭൂമിയായിട്ട് ഇപ്പൊ നമുക്കിതിനെ ചിത്രീകരിക്കാം. നോഹ ആദ്യം ചെയ്യുന്നതായിട്ടൊരു കാര്യം കൂടി അവിടെ പരാമർശിച്ചിട്ടുണ്ട്. 20-ാമത്തെ വാക്യം പറയുന്നതാണ്, നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഭൂമിയിലേക്ക് കാല് വെച്ചതായ ഈ മനുഷ്യൻ പ്രാരംഭത്തിൽ ചെയ്യുന്നത് യഹോവയ്ക്ക് നന്ദി അർപ്പിക്കുകയും ആരാധിക്കുകയാണ് ദൈവത്തെ. യാഗപീഠം എപ്പോഴും ആരാധനയെ കാണിക്കുന്നു, സ്തുതിയും സ്തോത്രത്തെയും കാണിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നതിനെ കാണിക്കുന്നു. നന്ദി സൂചകമായിട്ട് അവൻ അർപ്പിക്കുന്ന യാഗങ്ങളെ കാണിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യമേ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ, ഒരു വിടുതലിന്റെ, നന്മയുടെ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാനായിട്ട് നോഹയ്ക്ക് കഴിഞ്ഞപ്പോൾ നോഹ ചെയ്യുന്നതായിട്ടൊരു കാര്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന് നന്ദി പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതൊരു നല്ല കീഴ്വഴക്കമാണ്. പലപ്പോഴും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതായ ഒരു കാര്യമായി. വിടുതലുകളൊക്കെ നമ്മളൊക്കെ പ്രാപിക്കും, അല്ലെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടും, പ്രാർത്ഥിച്ച കാര്യത്തിനൊക്കെ മറുപടി ദൈവം നമുക്ക് തരും, ഉയർച്ചകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അതിന് നന്ദി സൂചകമായിട്ട് നമ്മളിൽ എത്ര പേർ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാറുണ്ട്, ദൈവത്തോട് നന്ദി പറയാറുണ്ട്, ദൈവത്തെ ആരാധിക്കാറുണ്ട് എന്ന് ചിന്തിക്കണം. ഇവിടെ നോഹ ഒരു മനോഹരമായ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവനായി മാറണം, ദൈവ സാമീപ്യം അനുഭവിക്കുന്നവനായി മാറണം. യാഗം അർപ്പിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു കർത്താവ്. അവിടെ നോഹയുടെ ആ യാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന്റെ സൗരഭ്യവാസന മണത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേവ്യ പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ലേവ്യ പുസ്തകം 1:9 ഇപ്രകാരം അർപ്പിക്കുന്നതായിട്ടുള്ള ഈ യാഗം സൗരഭ്യവാസനയായ ദഹനയാഗം എന്നാണ് പറയുന്നത്, ബേൺഡ് ഓഫറിംഗ്. അപ്പോൾ ഇവിടെ നോഹ അർപ്പിക്കുന്നത് ഒരു ദഹനയാഗമാണ്, സൗരഭ്യവാസനയായ ദഹനയാഗം. ആ സൗരഭ്യവാസന യഹോവയായ ദൈവം മണത്തു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ വേഗം എന്ന് പറഞ്ഞു പോകാം. ആരാധന എന്ന് പറയുന്നത് ദൈവം മണക്കേണ്ടിയ ഒന്നാണ്. നമ്മുടെ ആരാധന ദൈവം മണക്കുമ്പോഴാണ് അവിടെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നത്. നോഹ ചെയ്തത് എന്താണ്? നോഹ യാഗം അർപ്പിച്ചതെല്ലാം ശുദ്ധിയുള്ളതായിരുന്നു. അശുദ്ധിയുള്ളതായ മൃഗങ്ങള് നോഹയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നോഹയ്ക്ക് അതിനെ ഒന്നും എടുത്തു വെച്ചാൽ യാഗം അർപ്പിക്കുന്നില്ല. ശുദ്ധിയുള്ളതിൽ നിന്നാണ് യാഗം അർപ്പിക്കുന്നത്. അപ്പോൾ ദൈവജനം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ശുദ്ധിയുള്ളതായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം. ദൈവം പ്രമോദിക്കുന്നത്, ദൈവം എഴുന്നള്ളുന്നത് വിശുദ്ധിയുള്ള ജീവിതങ്ങളിലേക്കാണ് ദൈവം എഴുന്നള്ളുന്നത്. വിശുദ്ധിയുള്ളവരുടെ ജീവിതത്തിലാണ് ദൈവം വസിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആകയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. അതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ
അത്രത്തോളം വിശുദ്ധിയോടുകൂടെ ആരാധിച്ചുവെങ്കിൽ മാത്രമേ ആ ആരാധന ദൈവത്തിന് പ്രസാദകരമായി മാറുകയുള്ളൂ. നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധിയുള്ളതായ ജീവിതങ്ങളായി തീരണമെന്നുള്ളത് ഈ ഒരു വാക്യത്തിൽ കൂടെ നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്നു. എവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകേണ്ടത്, എവിടെയാണ് ദൈവം പ്രസാദിക്കേണ്ടത്, എവിടെയാണ് ദൈവം എഴുന്നള്ളി വരേണ്ടത്, എവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കേണ്ടത്, എവിടെയാണ് ദൈവത്തിന്റെ നിയമങ്ങൾ, ഉടമ്പടികൾ നമ്മളോട് ചെയ്യേണ്ടത്, വിശുദ്ധിയിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. വിശുദ്ധിയിൽ മാത്രമാണ് അവൻ കാര്യങ്ങളെ നമ്മളോട് അരുളി ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇവിടെ നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യാഗം അർപ്പിക്കുന്നു. അത് സൗരഭ്യവാസനയായിട്ട് കർത്താവ് മണക്കുന്നു. അതോടുകൂടെ ഒരു കവനന്റ്, ഒരു ഉടമ്പടി, ഒരു നിയമം അവിടെ സംഭവിക്കുകയാണ്. ആ നിയമം എന്താണ്? ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. കർത്താവ് ഒരു വലിയ ഉടമ്പടിയാണ് നോഹയുമായിട്ട് ചെയ്യുന്നത്. ആ ഉടമ്പടി, അല്ലെങ്കിൽ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ, ദൈവം മനുഷ്യനോട് സംസാരിപ്പാനായിട്ട് ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്യുന്നു. ആ വിശുദ്ധി മനുഷ്യനും ഉണ്ടാവണം. മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ കടന്നു ചെല്ലുമ്പോൾ ദൈവം അവനോട് സംസാരിക്കുകയാണ്. ഒരു പുതിയ നിയമം അവിടെ സംഭവിക്കുകയാണ്. ദൈവം നോഹയോട് പറയുകയാണ്, ഇനിയും ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ജലപ്രളയത്താൽ ഇനി ഞാൻ ഭൂമിയെ നശിപ്പിക്കത്തില്ല. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്, ശൈശവപ്രായം മുതൽ ബാല്യം മുതൽ അവന്റെ ജീവിതം എന്ന് പറയുന്നത് ദോഷം നിറഞ്ഞ നിരൂപണങ്ങളാണ് അവനുള്ളത്. എങ്കിൽ പോലും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി ഞാൻ സകല ജീവികളെയും, ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെ നശിപ്പിക്കുകയില്ല. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ശീതവും എല്ലാ സീസണുകളും ഉണ്ടായിരിക്കുമെന്നുള്ളത് അവിടെ ഒരു ഉടമ്പടി, നിയമം അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നോഹയെയും അവരുടെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകി നിറവിൽ. ഇത് നമുക്ക് ആദ്യം മുതൽ കർത്താവ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു കൽപ്പനയാണ്. പിന്നീട് ഈ കൽപ്പനയ്ക്ക് ലംഘനം സംഭവിക്കുന്നുള്ളത് തുടർന്നുള്ള അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണാനായിട്ട് കഴിയും. 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തില് ആദാമിനെയും ഹവ്വായെയും ഉണ്ടാക്കിയതിനു ശേഷം അവരോട് അരുളി ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത്. അപ്പം സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവാൻ വേണ്ടി, അതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിന്റെ ഒരു പോയിന്റ് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ അവൻ നിറയുക. അതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇവിടെ രണ്ടാമത് നമ്മൾ കാണുന്നത് എന്താണ്? പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും എന്ന് പറയുമ്പോൾ ജലപ്രളയത്തിന് ശേഷമുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അവിടേക്ക് കടന്നു വരുന്ന സമയത്ത് എന്താ നമ്മൾ കാണുന്നത്? അവിടെ നോഹയും കുടുംബവും മാത്രമേ ഉള്ളൂ. ഈ കൽപ്പന വീണ്ടും ആവർത്തിക്കുകയാണ് നോഹയോടും കുടുംബത്തോടും. നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിലൊക്കെയും നിറയണം. എന്നാൽ 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ അധ്യായം വരുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാമെങ്കിലും ഞാൻ ഇപ്പോ ഇതിനോടുള്ള ബന്ധത്തിൽ ആ വാക്യം ഒന്ന് കാണിക്കുകയാണ്. 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക എന്നാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, ഒരു പട്ടണ സംസ്കാരം അവിടേക്ക് കടന്നു വരികയാണ്. ഒരു വലിയ ഗോപുരമൊക്കെ അവർ പണിയുന്നു. കാരണം ഈ ഗോപുരമൊക്കെ പണിയാനായിട്ടുള്ളതിന്റെ റീസൺ എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും ഒരു ജലപ്രളയം ഉണ്ടായാൽ രക്ഷപ്പെടണമല്ലോ. അപ്പോൾ ആകാശത്തോളം എത്തുന്ന ഗോപുരം, അതായത് പർവ്വതങ്ങളെക്കാട്ടിലൊക്കെ വലിയ ഹൈറ്റ് ഉള്ളതായ ഒരു ഗോപുരം. കാരണം അതൊന്നും വെള്ളത്തിൽ മൂടിപ്പോകാനായിട്ട് പാടില്ല എന്നുള്ളതായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അവിടേക്ക് വരുമ്പോൾ നമുക്കത് പഠിക്കാം. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? അവരുടെ ചിന്താഗതി മാറിപ്പോകുന്നത് കണ്ടോ? ദൈവം എന്താ അവരോട് കൽപ്പിച്ചത്? ആദാമിനോട് ഹവ്വായോടും പറഞ്ഞു, ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത്. അതായിരുന്നു ആദാമിനോട് ഹവ്വായോടും പറഞ്ഞത്. ജലപ്രളയത്തിന് ശേഷമുള്ള ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നോഹയോടും പറഞ്ഞു, അത് തന്നെ ആവർത്തിച്ചു, നിങ്ങളുടെ ഭൂമിയിലൊക്കെ നിറയണം. എന്നാൽ ജലപ്രളയത്തിന് ശേഷം ബാബേൽ സംസ്കാരം വന്നതോടുകൂടെ, ബാബിലോണിയൻ സംസ്കാരം വന്നതോടുകൂടെ മനുഷ്യന്റെ വിചാരങ്ങൾ മാറിത്തുടങ്ങി, അവന്റെ ചിന്തകൾ മാറിത്തുടങ്ങി. ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുക എന്നുള്ളതാണ് അവന്റെ മനോഭാവമായിട്ട് മാറി. അതിപ്പം കർത്താവ് പറഞ്ഞല്ലോ, മനുഷ്യന്റെ നിരൂപണങ്ങൾ ബാല്യം മുതൽ തന്നെ ദോഷമുള്ളതാകുന്നു എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അവൻ എന്താ ചെയ്യുന്നത്? ദോഷപ്രവർത്തികൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള മത്സരം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ. ഓക്കെ,
എന്തായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം? നിങ്ങൾ ചിതറണം, മൾട്ടിപ്ലൈ ചെയ്യണം, ചിതറി പാർക്കണം, ഭൂമി മുഴുവനും നിറയണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഭൂമി മുഴുവൻ നിറയണം, നമ്മൾ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യപ്പെടണം, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സെറ്റിൽ ചെയ്യപ്പെടണം. നമ്മൾ പട്ടണമൊക്കെ പണിത് ഇവിടെ തന്നെ ഒരുമിച്ച് വസിക്കുക, ഇതായിരുന്നു അവരുടെ ആഗ്രഹം എന്നുള്ളത് ഓർത്തുകൊള്ളണം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതിന് സമാനമായിട്ടുള്ള സംഭവം കാണാനായിട്ട് കഴിയും. അതെന്താകുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കുമ്പോഴും നഗരത്തിൽ തന്നെ പാർക്കണം. ഓക്കെ, അവർ നഗരത്തിൽ പാർത്തു. അങ്ങനെ നഗരത്തിൽ പാർത്തു, ഉയരത്തിൽ നിന്നുള്ള ശക്തിയൊക്കെ പ്രാപിച്ചു കഴിഞ്ഞിട്ടും ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്തത്? അവർ യെരുശലേം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രം അവരുടെ സേവന നിരതരായി നിൽക്കുകയാണ്, പുറത്തേക്കൊന്നും പോകുന്നില്ല. കർത്താവ് അവരോട് പറഞ്ഞ കൽപ്പന എന്താ? ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടല്ലോ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു, നിങ്ങൾ ഭൂമിയിലൊക്കെ നിറയണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും എന്റെ സാക്ഷികളാകണം. അതാണ് കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിലൊക്കെ നിങ്ങൾ പോയി സാക്ഷ്യം പറയണം. ആദ്യം എവിടെ തുടങ്ങാം? യഹൂദയിലും യെരുശലേമിലും പിന്നെ ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ കൽപ്പന ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? യെരുശലേമിൽ മാത്രം അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുകയാണ്. അതിനെ തുടർന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്താ? യെരുശലേമിലെ സഭയ്ക്ക്, അതായത് ഈ സ്തേഫാനോസിന്റെ കാലഘട്ടം വന്നതോടുകൂടെ സ്തേഫാനോസിനെ കൊന്നതോടുകൂടെ യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ പീഡനം ഉണ്ടായി. അപ്പോൾ ആ പീഡനം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ദൈവജനം ചിതറിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. ദേശത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടവർ അവിടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പം ചിലരുടെയൊക്കെ ഇരിപ്പ് എനിക്കാരെ കാണാൻ പറ്റുന്നില്ല, പ്രിയപ്പെട്ട അലക്സിനെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ ഇരിപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന രീതിയിലാക്കി ഇരിക്കുന്നത്. വളരെ വിശദമായിട്ട് അപ്പോസ്തല പ്രവൃത്തി പഠിപ്പിച്ചതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിലെ സഭയ്ക്ക് പീഡനം ഉണ്ടായപ്പോൾ യെരുശലേം സഭ അല്ലെങ്കിൽ യെരുശലേമിലെ വിശ്വാസികൾ ചിതറിക്കപ്പെട്ടവർ അവിടെ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു കംഫോർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കംഫോർട്ട് സോണിൽ നമ്മൾ കുറ്റിയടിക്കും, അല്ലെ? അങ്ങനെ കുറ്റിയടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറുമോ? ഇപ്പൊ ഞങ്ങളെയൊക്കെ പോലെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ പറയും, നിങ്ങളെ പറഞ്ഞു കഴിയുമ്പോഴല്ലേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങ് വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ അച്ഛന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരിടത്ത് ആക്കി കഴിഞ്ഞാൽ അവിടെ ഒന്ന് സെറ്റിൽ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവിടെ വിട്ടുപോകാനായിട്ട് തോന്നത്തില്ല. അപ്പം നീട്ടിത്തരണം, 2 വർഷം കൂടെ നീട്ടിത്തരണം, അല്ലെ 4 വർഷം കൂടെ നീട്ടിത്തരണം എന്നുള്ളൊരു നിലയിലായിരിക്കും നിൽക്കുന്നത്. കാരണം ഒരു കംഫോർട്ട് സോൺ ഒത്തു. അപ്പോൾ ആ ഒരു കംഫോർട്ട് സോൺ ഒത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല, പിന്നെ പല പ്രശ്നങ്ങൾ. അതൊരു വലിയ ബുദ്ധിമുട്ടും ആണ് ആ സമയത്ത് നേരിടുന്നത്. ചലിപ്പിക്കുന്നതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് വേറെ കാര്യം. എങ്കിൽ പോലും ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഒരു കംഫോർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ചിതറിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന് വരെ ഇത്രയും ചില കാര്യങ്ങൾ ചെയ്താലേ പറ്റത്തുള്ളൂ. ലൈഫിനോട് ബന്ധപ്പെടുന്ന രീതിയിൽ കർത്താവ് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് ചിതറിക്കും. ഇവിടെ യെരുശലേം സഭയ്ക്ക് ഒരു പീഡനം ഉണ്ടായില്ലെങ്കിൽ അപ്പോസ്തലന്മാരൊന്നും തോമാച്ചനൊന്നും ഇന്ത്യ വരത്തില്ലെന്ന് ഓർത്തോണം. തോമാച്ചൻ ഇന്ത്യ വന്നത് എന്തുകൊണ്ടാണ്? തോമാച്ചൻ അവിടെ അടി കിട്ടിയത് കൊണ്ടാണ് തോമാച്ചൻ ഇന്ത്യ വന്നത്. ഇല്ല, തോമാച്ചൻ ഇന്ത്യ വരത്തില്ലായിരുന്നു. തോമാച്ചൻ യെരുശലേമിൽ തന്നെ കറങ്ങി അടിച്ചപ്പോൾ നിന്നേനെ. കംഫോർട്ട് സോണാണ്. അവിടെ അടി കിട്ടിയപ്പോൾ തോമ ഇന്ത്യയിലേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോട് പറയാൻ ഞങ്ങള് തോമാസ് ലീഗയുടെ ആൾക്കാരാണെന്ന് അഭിമാനത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കും. ജീവിതത്തിൽ ചില ചിതറിക്കപ്പെടലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ഹിതം. നിന്റെ കംഫോർട്ട് സോണിനെ ദൈവം ഒന്ന് ഉടച്ചു വാർക്കുകയും
ഇപ്പൊ രാമൻ പറയാൻ പറ്റും ആർക്കെങ്കിലും? ചില ബുദ്ധിമുട്ടാണ്, അതല്ലേ? നമ്മുടെ കംഫോർട്ട് സോണിനെ ദൈവം ഒന്ന് ഉടച്ചു വാക്കുകയാണ്. കാരണം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ഉടച്ചുവാർക്കല് ആവശ്യം. ആ ഉടച്ചുവാർക്കൽ തീർച്ചയായിട്ടും നമുക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല. ഒന്നുകിൽ അത് വേദനാജനകമായിരിക്കാം, ചില നഷ്ടങ്ങൾ സംഭവിക്കേണ്ടി വരും. നീ ആയിരിക്കുന്ന നിന്റെ കംഫോർട്ട് സോൺ വിട്ടു പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായ സംഗതി ആയിരിക്കാം. അപ്പോൾ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ആയിട്ട് ദൈവത്തിന്റെ ഉദ്ദേശമാണ് ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്. അതിനു വേണ്ടിയിട്ട് ദൈവമക്കളെ ചിതറിക്കും. കംഫോർട്ട് സോണിനെ അവൻ തകർത്തെറിയും. യെരുശലേം സഭയെ ഒരു പീഡനം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, അവിടെ ഒരു പ്രതികൂലം ഉണ്ടായിരുന്നില്ല എങ്കിൽ, സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കിരാതമായ രീതിയിൽ അവിടെ കൊല്ലപ്പെട്ടില്ലായിരുന്നു എങ്കിൽ യെരുശലേം സഭ ചിതറിക്കപ്പെടത്തില്ലായിരുന്നു. യെരുശലേം സഭ ഒരു സ്തേഫാനോസിന്റെ രക്തം യെരുശലേമിൽ വീണപ്പോൾ ചിതറിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. നമുക്കറിയാം, മഹാനായിട്ടുള്ളതായ ചരിത്രകാരനും സഭാപിതാവുമായിട്ടുള്ളതായ തെർത്തുള്ളിയൻ പറഞ്ഞിരിക്കുന്നത് മാർട്ടിയേഴ്സ് ബ്ലഡ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനേക ദൈവമക്കൾ, അനേക വിശ്വാസ സമൂഹങ്ങൾ രക്തസാക്ഷികളായി മാറുവാനായിട്ടിടയായി തീർന്നു. അവരുടെ രക്തം ഭൂമിയിൽ ചിതറിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. ആ രക്തം സഭയുടെ വിത്തായി മാറുവാനായിട്ടിടയായി തീർന്നു. ഒരു ഗ്രഹാം സ്റ്റെയിൻസും 2 കുഞ്ഞുങ്ങളും അവരുടെ രക്തം ഒറീസ എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രാമത്തിൽ ഒഴിച്ചപ്പോൾ ആ ഗ്രാമം ഇന്ന് യേശുവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. കംഫോർട്ട് സോണുകൾ തകർക്കപ്പെടുന്നത് നമ്മൾ ഓർത്തുകൊള്ളാം ദൈവമക്കളെ. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിൽ കൂടെ നിറവേറപ്പെടുക. നമ്മൾ ആഗ്രഹിക്കാത്തതായിട്ടുള്ള, പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പ്രതികൂലങ്ങൾ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റായിട്ട് വന്ന് ആഞ്ഞടിച്ചെന്ന് വരും. നമ്മൾ വിചാരിക്കും, ഞാനൊരു ദൈവത്തിന്റെ പൈതലല്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നുള്ള ചോദ്യം നീ അവിടെ ചോദിക്കുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെങ്കിൽ മനസ്സിലാക്കുക, സ്തേഫാനോസുകൾ മരിച്ചു വീഴുന്നത്, യെരുശലേം സഭ ചിതറിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് ബാബേൽ, നിമ്രോദിനെ കുറിച്ചൊക്കെ നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ പഠിക്കും. ബാബേൽ നിർമ്മിക്കപ്പെടുകയാണ്, പക്ഷെ പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരു കംഫോർട്ട് സോൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിതുകൊണ്ട് ഒരു കംഫോർട്ട് സോൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. ദൈവം സമ്മതിക്കുകയില്ല, ദൈവം തന്നെ ചിതറിക്കും. ആ ചിതറിക്കൽ അവര് അനുഭവിക്കുന്നതായിട്ടാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഓർമ്മിപ്പിച്ചത്, ദൈവത്തിന്റെ കൽപ്പന ലംഘനമാണ് ആക്ച്വലി 11-ാമത്തെ അധ്യായത്തിൽ നടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവര് നിൽക്കുന്നതായിട്ടുള്ള അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് കുറച്ച് 9-ാമത്തെ അധ്യായത്തില് മനുഷ്യനോട് ആയിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും, നീ എന്താ കഴിക്കണം, പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം അതായത് ജലപ്രളയത്തിന് മുമ്പ് വരെയുള്ളതായ ഇവരുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് അവര് വെജിറ്റേറിയൻസ് ആയിരുന്നു. എന്നാൽ ജലപ്രളയത്തിന് ശേഷം അവിടെ സംഭവിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് നോൺ വെജും കഴിക്കുവാനായിട്ടുള്ളതായ അവകാശത്തെ അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഈ ജലപ്രളയത്തിന് ശേഷമാണ് അവർ ഈ നോൺ വെജ് കഴിക്കുവാനായിട്ടുള്ളതായ പെർമിഷനും അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളാം. താഴേക്ക് വരുമ്പോൾ 8-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ ഞാൻ വായിക്കുന്നില്ല, ഇത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് ദൈവം നോഹയോട് അവന്റെ പുത്രന്മാരോടും ഒരു നിയമം, ഒരു ഉടമ്പടി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് മഴവില്ല്, റെയിൻബോ അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 12-ാമത്തെ അധ്യായത്തിന്റെ അവസാനം വരുന്നുണ്ട്, നിയമത്തിന്റെ അടയാളമാവിത് ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ളതായ നിയമത്തിന് അടയാളമായിരിക്കും. നമുക്ക് ഈ മഴവില്ല് വെളിപ്പാട് പുസ്തകത്തിൽ വരുന്നായിട്ടുള്ള സമയത്ത് നമ്മൾ കാണാനായിട്ട് കഴിയും. 4-ാമത്തെ അധ്യായത്തിലേക്ക് വന്നായിട്ടുള്ള സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ചുറ്റിലുമായിട്ട് ഈ മഴവില്ല്, ദൈവത്തിന്റെ ഉടമ്പടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 8 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളില് ഏകദേശം 7 പ്രാവശ്യം
നിയമം എന്നുള്ളതായ വാക്ക് ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 10ാമത്തെ വാക്യത്തിന്റെ അവസാനം നിയമം എന്ന് പറഞ്ഞിരിക്കുന്നു. 10ാമത്തെ വാക്യത്തിന്റെ അവസാനം. 11ാമത്തെ വാക്യത്തിന്റെ അവസാനത്തില് നിയമം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 12ാമത്തെ വാക്യത്തിന്റെ അവസാനത്തില് നിയമത്തിന്റെ അടയാളം നിയമം എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. 13ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ നിയമം. 15ാമത്തെ വാക്യത്തിന്റെ ഭാഗത്ത് തമ്മിലുള്ള എന്റെ നിയമം. 16ാമത്തെ വാക്യത്തിൽ നിയമം. 17ാമത്തെ വാക്യത്തിൽ നിയമം. 7 പ്രാവശ്യം നിയമം എന്നുള്ളതായ വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റെയിൻബോ എന്ന് പറയുമ്പോൾ 7 കളറുകളാണല്ലോ, സപ്തവർണ്ണങ്ങൾ. അതിനോട് അനുബന്ധമൊന്നും കാണത്തില്ലായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്, 7 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. നിയമം എന്നുള്ള വേർഡ് 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ആ നിയമം 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂർണ്ണതയാണ് അത് കാണിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ദൈവത്തിന്റെ നിയമത്തിന്റെ പൂർണ്ണത, അല്ലെങ്കിൽ മനുഷ്യനുമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആയിട്ടുള്ള ഉടമ്പടിയുടെ പൂർണ്ണതയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം നോഹയുടെ പുത്രന്മാരെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഷേമും ഹാമും യാഫത്തും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. 20ാമത്തെ വാക്യത്തിൽ മുതൽ നോഹ കൃഷി ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ആ ഭാഗം ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. അവിടെ കുറെ അധികം കാര്യങ്ങൾ മർമ്മങ്ങളായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ഒരു ഒരു ഹോംവർക്ക് തരാം. സമയമുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബൈബിളൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അവിടെ നോഹ വീഞ്ഞ് കുടിച്ചതിന് ശേഷം ലഹരി പിടിച്ച് കിടക്കുന്നു. അവൻ നഗ്നനായി. അവന്റെ മക്കൾ ഒരുത്തൻ ചെന്ന് അവൻ നഗ്നനായി കിടക്കുന്നത് കണ്ടു. അവൻ പുറത്തു വന്ന മറ്റ് 2 സഹോദരന്മാരോട് പറയുന്നു. ആ 2 സഹോദരന്മാര് ഒരു വസ്ത്രമെടുത്ത് അപ്പനെ പുതപ്പിക്കുന്നു. അപ്പനെ ഉണർന്നു നോക്കുമ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എന്നിട്ട് ഹാം ആണ് നോഹയുടെ ഇളയ മകൻ. എന്നാൽ കനാൻ ശപിക്കപ്പെടുന്നു എന്ന് പറയുന്നു. പല കാര്യങ്ങളും അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ് ഹാം അല്ലെങ്കിൽ കനാൻ ചെയ്തതായിട്ടുള്ള പാതകം? എന്തുകൊണ്ട് അവൻ ശപിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു? അതൊരു ഹോംവർക്കായിട്ട് തരികയാണ്. ബൈബിളിൽ പല സ്ഥലങ്ങളിൽ തപ്പിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ഹൈഡ് ചെയ്ത് കിടക്കുകയാണ്. അതെന്താണെന്നുള്ളത് ബൈബിൾ പഠിക്കാൻ ഉള്ള പ്രിയപ്പെട്ടവര് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ തുടർ പഠനം നമുക്ക് നടത്താം. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ, ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി മാറുവാൻ, ദൈവ കൽപ്പനയ്ക്ക് അനുസൃതമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പന ലംഘനം നടത്തുവാനായിട്ടല്ല, ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിപ്പാൻ സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.